ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സൈക്കോമോഡേസിലത്തെ എപ്പിസോഡ് 7 ആണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശേഷം തുടർന്ന് കാണാൻ ശ്രമിക്കുക. കാര്യം വീഡിയോ ലൈക്ക് ടാർജറ്റ് എന്ന് പറഞ്ഞാൽ 1K ലൈക്കാണ്. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ നോക്കാം. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കണ്ട. കാര്യം മിക്കൊരു ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. നിങ്ങൾ എല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് 10K സബ്സ്ക്രൈബേഴ്സ് പാസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾ ആരും അത് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല. വീഡിയോ കണ്ടതിന് ശേഷം അതുപോലെ അങ്ങ് പോകാൻ സബ്സ്ക്രൈബും ചെയ്യാറില്ല, ലൈക്കും ചെയ്യാറില്ല. അപ്പോൾ ഈ രണ്ട് കാര്യം ഒന്ന് പരിഗണിച്ചതിന് ശേഷം തുടർന്ന് കാണാൻ ശ്രമിക്കുക. കീപ് വാച്ചിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ സാക്കമോട്ടോയുടെ ഭാര്യ ഇപ്പോൾ സാക്കമോട്ടോയുടെ മോളുടെ ഒരു പാരന്റ്സ് മീറ്റിംഗ് പോലത്തെ സംഭവത്തിന് വന്നിരിക്കുകയാണ്. സാക്കമോട്ടോയുടെ ഭാര്യ ചോദിക്കുകയാണ് കട നന്നായിട്ടിരിക്കും. അപ്പോൾ സാക്കമോട്ടോ പറയാണ് ഇല്ല, ലൂയും ഷിന്നും അവിടെ ഉണ്ടല്ലോ, നന്നായിട്ട് കട നോക്കിക്കോളും എന്ന് പറയാണ്. അവിടെ നിന്ന് കിട്ടിയപ്പോൾ ലൂനെ ഷിന്നും കാണിക്കുകയാണ്. ലൂ ആണെങ്കിൽ ഷിന്റെ ഏപ്രോൺ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഷിന്ന് ദേഷ്യം വരെയാണ്. ഷിന്ന് ചോദിക്കുകയാണ് നീ ആര് ചോദിച്ചിട്ട് എൻ്റെ ഏപ്രോൺ എടുത്തിട്ട് അതെന്താ നീ അറിയാം ക്ലീൻ ചെയ്തോ, ഞാൻ എടുത്ത് ഇട്ടു, അത്രേ ഉള്ളൂ. ഏപ്രോൺ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സാധനമല്ലേ, അപ്പം ഞാൻ എടുത്തിട്ടാണ്. അവൻ്റെ അടുത്ത് അവൾ സാക്കമോട്ടോ ഈ കടയിൽ ഇൻചാർജ് എനിക്ക് അതിനാണ് പോയത്. അപ്പോൾ സാക്കമോട്ടോ കട നോക്കേണ്ട ജോലി എനിക്കാണ്. അപ്പോൾ ഇപ്പോഴത്തേക്കുള്ള ഓണർ ഞാനാണ് എന്ന് ലൂവിൻ്റെ അടുത്ത് അവൻ പറയാം. പിന്നെ നീ വലിയ ഓണർ, നീ വലിയ കോപ്പാണെന്ന് ലൂ അവളെ മനസ്സിൽ ആലോചിക്കുകയാണ്. അപ്പോൾ ടെലിപ്പത്തിക്കലി ഷിന്നത് കേൾക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയണം എന്ന് ഷിന്നാണെങ്കിൽ ലൂവിൻ്റെ അടുത്ത് പറയാം. ആണോ ഇല്ല ഒരാ മൈൻഡ് റീഡ് ചെയ്യുക, എന്ത് വൃത്തികെട്ട് സ്വഭാവമാണ് നിൻ്റെത്. അപ്പോൾ ഷിന്ന് പറയാം ഞാനിതുവരെ എപ്പോഴും കുടിച്ച് ഫിറ്റായിട്ട് പിന്നെ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഹെയർപ്രോൺ എടുത്തിട്ട് നടന്നിട്ടില്ല. ആ വൃത്തിയുടെ സ്വഭാവം നിനക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഷിന്ന് ലൂവിനോട് പറയാണ്. അപ്പോഴേക്കും അവിടെ മാഷിമ വരികയാണ് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ലൂ പറയാണ് നീ ഇവിടെ ഉള്ളത് കാരണം മനസ്സമാധാനത്തോടെ ഒന്നും ആലോചിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം എല്ലാം നീ കേൾക്കുകയല്ലേ, പിന്നെ എനിക്ക് ഫ്രീഡം കിട്ടും, എനിക്ക് എങ്ങനെ ഒരു പ്രൈവസി ഇല്ലെന്ന് പറയാണ് ലൂ ഷിന്നിനോട്. ഷിന്നിന് അത് ഹേർട്ടാവുകയാണ്. ഷിന്ന് പറയാണ് ഓക്കെ എൻ്റെ പേരാണ് കുഴപ്പം എന്ന് പറഞ്ഞിട്ട് അവൻ കടയിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. മാഷ്മോ ലൂവിനോട് ചോദിക്കുകയാണ് അവനെ വിളിക്കുന്നില്ലേ. അപ്പോഴെങ്കിൽ ലൂ പറയാണ് എന്തിനാ വിളിക്കണം, അവൻ്റെ കുഴപ്പമില്ല, അവൻ പൊക്കോട്ടെ, കുറച്ചിന് വന്നോളൂ. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടും ഷിന്ന് കുറേ നേരം കഴിഞ്ഞിട്ടും ഇതുവരെ വന്നില്ല. അപ്പോൾ ലൂ പറയാണ് ഇന്നേ വരെ ഷിന്നിനെ അങ്ങനെ കണ്ടിട്ടില്ല, അവൻ ഒരു സാഡായിട്ട്. ഇനി ഞാൻ പറഞ്ഞത് അവന് നല്ല രീതിയിൽ ഹേർട്ടായോ എന്ന് ലൂ ഷിന്നിനെ പറ്റി ആലോചിച്ച് നോക്കുകയാണ്. അപ്പോൾ അവിടെ ആ കടയിൽ ഈ ലാബിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ വരികയാണ്. അപ്പോൾ അവർ വരുമ്പം അവിടെ ലൂ ആണെങ്കിൽ ഷിന്റെ ഡ്രസ്സെല്ലാം ഇട്ടേക്കുന്നത് ആ ഏപ്രോൺ. ഷിന്ന് ഇവിടെയായിരുന്നു എന്നുകൊണ്ട് ലൂവിനെ പിടിച്ചുകൊണ്ട് അവരിപ്പോൾ എവിടെയോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തിരുന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് ആ പിടിച്ച ആളോട് ചോദിക്കുകയാണ് ഇത് ഷിന്ന് തന്നെയാണോ. അപ്പോഴാണെങ്കിൽ ആ പിടിച്ച ആൾ പറയാണ് എന്ത് ജസ്റ്റ് ഒന്ന് ഹെയർ കളർ ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ. അപ്പോഴെങ്കിൽ ആ പിടിച്ചവൻ പറയുന്നുണ്ട് നമ്മൾ പിടിച്ചത് ഷിന്ന് തന്നെയാണ്. അപ്പോഴെങ്കിൽ ആ ഡ്രൈവർ കൊണ്ടിരിക്കുന്നത് ചോദിക്കുകയാണ് നമ്മൾ എന്തിനാണ് ഷിന്നിനെ പിടിച്ചത്. അപ്പോഴെങ്കിൽ അവൻ പറയാണ് നമ്മളുടെ ലാബിൽ 11 എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അതിൽ 11ാമത്തെ എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് ഈ ഷിന്ന് പറഞ്ഞ കുട്ടിയെ. അങ്ങനെ കുട്ടിക്ക് ടെലിപ്പത്തിക്കൽ പവർ കിട്ടി, അതുകൊണ്ടാണ് ബോസിന് ഇപ്പോൾ ഷിന്നെ വേണ്ടത് എന്ന് അവൻ പറയാണ്. ഇതുപോലത്തെ ആൾക്കാരൊക്കെ ആർക്ക് ഇഷ്ടപ്പെടാനാ, കാണുമ്പോൾ തന്നെ കൊന്നു കളയണം. അപ്പോൾ ഇത് കേട്ടിട്ട് ലൂക്ക് ഇത് ഹേർട്ട് ആവുകയാണ്. ലൂവിന് അവൾ പറഞ്ഞ ഡയലോഗിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. അവൾ അപ്പോൾ തന്നെ ഫ്രണ്ടിൽ ഇരുന്നവൻ്റെ ആ സീറ്റ് ചവിട്ടുകയാണ്. അപ്പോൾ തന്നെ അവൻ തെറിച്ച് ഫ്രണ്ടിലോട്ട് വീഴുകയാണ്. എന്നിട്ട് ലൂ അവനോട് പറയാണ് ഷിനിനെ കാണാൻ പൊട്ടനെ പോലെ ഇരിക്കും, പക്ഷെ അവൻ്റെ ഉള്ളിൽ അവർ പാവം ചെറുക്കനാണ്, നിങ്ങളെപ്പോലെ ദുഷ്ടന്മാരൊന്നും അല്ല. അവനാണ് അവർക്ക് കാര്യം കത്തുന്നത്, ഇവരെ പിടിച്ച ഷിനിനെ അല്ല വേറെ ഒരാളെയാണെന്ന്. അപ്പോൾ ആ ഡ്രൈവർ കൊണ്ടിരുന്നവൻ പറയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഷിനിയല്ല ഇത് വേറെ ആരോ ആണ്. കുറച്ചെങ്കിലും മറ്റുള്ളവർ പറയുന്ന ഒന്ന് കേട്ടിട്ട് വിശ്വസിക്കണം കേട്ടോ. എന്നാൽ ഡ്രൈവർ കൊണ്ടിരുന്നവൻ ഈ പിടിച്ചവനോട് പറയാണ് അവിടെ നിന്ന് കട്ട് ചെയ്തപ്പോൾ ഷിന്നെ കടയിൽ വരുമ്പോൾ കടയിൽ ആരില്ല, നോക്കുമ്പോൾ അവിടുത്തെ ഗ്ലാസ് ഒക്കെ പൊളിഞ്ഞ് താഴെ കിടക്കുകയാണ്. പെട്ടെന്ന് പാനിക് ആവുകയാണ്. അപ്പം തന്നെ അവിടെ സാക്കമോട്ടെ മോളും സാക്കമോട്ടെ ഭാര്യയും വരുന്നുണ്ട്. ഷിന്ന് സാക്കമോട്ടെ അടുത്ത് പറയാണ് എല്ലാം എൻ്റെ തെറ്റാണ്, അവളിപ്പോൾ എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല. അപ്പോഴേക്കും സാക്കമോട്ടെ പറയുന്നുണ്ട് അവളിപ്പം ഹൈവേയിലുണ്ട്. സാക്കമോട്ടോ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ സാക്കമോട്ടോ അവർക്ക് കൊടുത്തുള്ള നെയിം പ്ലേറ്റിൽ ഒരു GPS ഉണ്ട്, അതിനെ ലൂവിനെ പിടിച്ചവൻ അവിടെ പറയാണ് നമ്മളിനി ബോസിനടുത്ത് എന്ത് പറയും, ഷിന്നല്ല പിടിച്ച ഒരു പെണ്ണിനെയാണ് പിടിച്ചതെന്ന് ഇങ്ങനെ പറയും, നമുക്ക് പറഞ്ഞാലോ ഇത് ഷിന്നാണെന്ന്. ഡ്രൈവ് ചെയ്യുന്നവൻ പറയുന്നുണ്ട് ഒരു കാര്യമില്ല, ബോസിനടുത്ത് പറഞ്ഞു ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല, നിന്നെ കൊല്ല മാത്രമേ ചെയ്യാളൂ. എന്നാൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ പറയാണ് അവനോട്. അപ്പോഴാണ് അവിടെ ലൂ പറഞ്ഞ ഓരോ കാര്യത്തിനും സീരിയസ്നെസ് അവൾക്ക് മനസ്സിലാവുന്നത്. അവൾ അപ്പോൾ തന്നെ അവിടെ സാക്കമോട്ടി ഷിന്നും അവിടെ ബൈക്കിൽ പറന്ന് വരെയാണ്. അപ്പോൾ സാക്കമോട്ടി ഷിന്നും കൂടെ ലൂവിനെ നോക്കിയാണ്. അപ്പോഴാണ് ലൂ ഇവരെ കാണുകയാണ്. മാനേജർ ഷിൻ നിങ്ങൾ വന്നോ. അപ്പോഴാണ് ആ കാറായിരിക്കും ശ്രദ്ധിക്കുന്നത്, ഓ ഷിന്നി ഇവിടെ വന്നു, ഷിന്ന് കിട്ടിയടാ, ഷിന്നി ഇവിടെ നമ്മുടെ തേടി തന്നെ വന്നു എന്ന് അവൻ പറയാണ്. അവിടെ വണ്ടീനെ ബാക്കിൽ നിന്നും കുറേ ആൾക്കാർ ഇറങ്ങിയാണ് ഷിന്നെ പിടിക്കാൻ വേണ്ടി. അപ്പോൾ അതിൽ നിന്ന് ഒരാൾ സാക്കമോട്ട് പറയാണ് തടിച്ച കിളവ മര്യാദയ്ക്ക് ആ ഷിന്നെ എനിക്ക് ഏൽപ്പിച്ചു. സാക്കമോട്ടോ പറഞ്ഞവൻ അപ്പം തന്നെ സൈഡിലോട്ട് ചവിട്ടി ആക്കിയതിനു ശേഷം താഴോട്ട് ഇടിപ്പിക്കുകയാണ്. സാക്കമോട്ടോ ഷിന്നും ആ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന എല്ലാത്തിനും ഡിഫീറ്റ് ചെയ്യുക. ഇത് മനസ്സിലാക്കിയ ആ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് അവൻ പറയാണ് നീ വണ്ടി കൺട്രോൾ ചെയ്യും, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടിക്ക് മോളിൽ പോവുകയാണ്. വണ്ടിക്ക് മോളിൽ ഇപ്പോൾ ഷിന്ന് നിൽക്കുകയാണ്. അവൻ വന്നു ഡ്രസ്സ് മാറ്റി അപ്പോൾ തന്നെ അവൻ ഇൻവിസിബിൾ ആവുകയാണ്. എന്താ വെച്ചാൽ അതാണ് അവൻ്റെ സൂപ്പർ നാച്ചുറൽ പവർ. ഷിന്നിന് അവനെ കാണാൻ പറ്റുന്നില്ല. ആ അവസരം മുതലാക്കി അവൻ അപ്പം തന്നെ ഷിന്നെ ദേഹത്തോക്കി ചവിട്ടിയാണ്. ഷിന്നെ പിറകെ വന്നുകൊണ്ടിരുന്ന ഒരു കാറിന് വണ്ടി വീഴുകയാണ്. അതിനുശേഷം അവൻ അടുത്ത ടാസിട്ട് സാക്കമോട്ടോ. അപ്പോൾ സാക്കമോട്ടോയുടെ ബൈക്കിന്റെ ഫ്രണ്ടിൽ ആ ഇൻവിസിബിൾ ആയതിനു ശേഷം വണ്ടിന്റെ ഫ്രണ്ടിൽ അവൻ നിൽക്കുകയാണ്. അതിനുശേഷം സാക്കമോട്ടോനെ അവൻ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ സാക്കമോട്ടോ അതൊക്കെ മിസ് ചെയ്ത് മാറുകയാണ്. എന്താ വെച്ചാൽ സാക്കമോട്ടോയുടെ മൈൻഡ് ഭയങ്കര ഷാർപ്പായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവന് വേറെ വഴിയില്ലാതെ ആ സാക്കമോട്ടോയുടെ ബൈക്കിലത്തെ ടാങ്കിലോട്ട് കുത്തുകയാണ്. അപ്പോൾ പെട്രോൾ ലീക്ക് ആയ ശേഷം അവിടെ എക്സ്പ്ലോഷൻ നടക്കുകയാണ്. അപ്പോൾ അവിടെ സാക്കമോട്ടോ ഡൗൺ ആവുകയാണ്. അപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഇൻവിസിബിൾ പേഴ്സൺ പറയാണ് ചുമ്മല്ല ഇയാൾ ഗ്രേറ്റസ്റ്റ് അസാസിൻ ഓഫ് ഓൾ ടൈം എന്ന് പറയുന്നത്, ജസ്റ്റ് മിസ്സിലാണ് രക്ഷപ്പെട്ട് എന്ന് അവൻ പറയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ സാക്കമോട്ടോ ഷിന്നിനെ കാണിക്കുകയാണ്. ഇപ്പോൾ സാക്കമോട്ടോയ്ക്ക് മറ്റേ GPSന്റെ ട്രാക്കും കിട്ടുന്നില്ല. ഷിന്ന് പറയാണ് എനിക്ക് തോന്നുന്നു അവളിപ്പോൾ കൊണ്ടുപോയത് ലാബിലോട്ടാണ്. അപ്പോൾ സാക്കമോട്ടോ ചോദിക്കണം എന്ത് ലാബ്. അപ്പോൾ സാക്കമോട്ടോയോട് ഷിന്ന് എക്സ്പീരിയൻസ് കൊടുക്കുകയാണ് എന്താണ് ലാബ് എന്ന്. അത് ചെറുപ്പത്തിൽ ഞാൻ ലാബിലായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിരുന്നു, കുറച്ച് പൊട്ടന്മാരായിട്ടുള്ള
ആയിട്ടുള്ള കുറെ വർക്കേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പൊ ഷിന്ന് പറഞ്ഞ ആ ലാബിലോട്ട് സാക്കമോട്ടോ ഇവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ അവർ ആ ലാബിനകത്ത് കയറുമ്പോൾ അതൊരു മ്യൂസിയമാണ്. ഇപ്പോൾ മ്യൂസിയത്തിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് ഈ ലാബ് ഉള്ളത്. അപ്പോൾ അവിടെ രണ്ട് പെൺകുട്ടികൾ വന്നതിന് ശേഷം പറയണം അവരോട്, നിങ്ങൾ ഡ്രാഗൺസിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടോ? ഈ ഡ്രാഗൺസിന്റെ ഡോള് വാങ്ങിക്കോ, വെറും 4.5 yen മാത്രമേ ഉള്ളൂ. എന്നാൽ പെൺകുട്ടികൾ പറയണം. അപ്പോൾ സാക്കമോട്ടോയ്ക്ക് ഷിന്നും ആ ഒരു ഡ്രാഗന്റെ ഡോൾ ഇഷ്ടപ്പെടുകയാണ്. അവർ അപ്പം തന്നെ അത് വാങ്ങിക്കുകയാണ്. അത് അവരുടെ മുഖം മറയ്ക്കാൻ വേണ്ടിയാണ് സാക്കമോട്ടോ ഷിന്നും അത് വാങ്ങിച്ചത്. അവിടെ കട്ട് ചെയ്ത് അതിന്റെ ബേസ്മെന്റിൽ ഇപ്പം ലൂനം കൊണ്ട് അവർ രണ്ടു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മാനിന്റെ മാസ്ക് ഇട്ട് ഒരാൾ വരികയാണ്. അപ്പോൾ തന്നെ അവിടെ ഇന്ന് രണ്ടുപേരും അത് പേടിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ആ മാനിന്റെ മാസ്ക് ഇട്ട് ചോദിക്കുകയാണ്, ഇത് ഷിന്ന് തന്നെയാണോ? അപ്പോഴാണെങ്കിൽ ആ മറ്റേ പിടിച്ചവൻ പറയുന്നുണ്ട്, അതേ സാർ ഇത് ഷിന്ന് തന്നെയാണ്. അപ്പോഴാണെങ്കിൽ ആ മാനിന്റെ മാസ്ക് ഇട്ട് അയാൾ പറയാണ്, എനിക്ക് തോന്നുന്നു ഇത് ഷിന്നല്ല, ഹെയർ കളർ ജെൻഡറും ഒക്കെ വേറെ ആണല്ലോടാ. കൂടെ അവൻ ഒറ്റയാണ് ഇവനെ എന്നിട്ട് പറയാണ്, സാർ ഇവൻ ഷിന്നില്ല. അപ്പൊ അതിനെ ലൂനെ ഇവനെയും കൊണ്ട് ആരോ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴാ മാനിന്റെ മാസ്ക് ഇട്ടവൻ ആ പിടിച്ചവനോട് പറയണം, ആ പിടിച്ചവൻ നമുക്ക് സബോ എന്ന് വിളിക്കാം. അപ്പൊ സബോനോട് പറയാണ്, എനിക്ക് എന്നെ വിശ്വാസമുണ്ട് സബോ, നീ പോയി ഷിന്നിനെ കൊണ്ടുപോവാ. അവിടെ നിന്ന് കട്ടി ഷിന്നിനെ സാക്കമോട്ടെ കാണിക്കുകയാണ്. അവരിപ്പോ ലാബിന്റെ ബേസിൽ തന്നെ ഉണ്ട്. അവർ ആ ലാബിലോട്ടുള്ള എൻട്രൻസിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ചെറിയ സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട്. അപ്പൊ സാക്കമോട്ടെ ഷിന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു തല 70 ഡിഗ്രിയിലോട്ട് തിരിക്കുന്നുണ്ട്. അവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഷിന്നാണെങ്കിൽ ആ മുമ്പുണ്ടായിരുന്നപ്പോൾ ആ പാസ്വേഡ് അടിക്കുന്നുണ്ട്. പക്ഷെ ആ പാസ്വേഡ് അവർ മാറ്റി ഇൻട്രൂഡർ അലേർട്ട് എന്ന് പറയുന്ന ശേഷം അവിടെ ഇരുന്ന കരടി ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയാണ്. സാക്കമോട്ടോ അപ്പൊ തന്നെ ആ റോബോട്ട് കരടിനെ പോയതിനു ശേഷം പൊളിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ ഒരു വെള്ളക്കരടി വരുന്നുണ്ട്. ആ വെള്ളക്കരടിനെ ഷിൻ നോക്കൗട്ട് ചെയ്യുകയാണ്. അപ്പൊ ഷിന്ന് സാക്കമോട്ടോട് ചോദിക്കുകയാണ്, ഈ ബിയേഴ്സും ആനിമൽസും ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ സാക്കമോട്ടോ പറയുന്നുണ്ട്, എല്ലാ ആനിമൽസും ആയിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ അവിടെ ഡൈനോസർ വരികയാണ്. ആ ഡൈനോസർ ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയാണ്. അപ്പൊ സാക്കമോട്ടോ അവരെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഈ ഡൈനോസറിനെ കൊല്ലാതെ ഈ ഡൈനോസർ സ്ട്രക്ചറുള്ള വീട്ടിൽ കൊണ്ടുപോകണം. കാര്യം കാണുമ്പോൾ ഹാനയ്ക്ക് സന്തോഷമാകും എന്ന് പറഞ്ഞ് സാക്കമോട്ടോ ആ ഡൈനോസറായിട്ട് ഫൈറ്റ് കൊണ്ടിരിക്കുമ്പോൾ സാക്കമോട്ടോനെ ആ ഡൈനോസർ ദേഷ്യം പഠിപ്പിക്കുകയാണ്. സാക്കമോട്ടോ അപ്പം ചാടി പോയതിനു ശേഷം ഡൈനോസർ മൊത്തത്തിൽ പൊളിക്കുകയാണ്. ഈ ഡൈനോസർ എന്നെ കുറെ ദേഷ്യം പഠിപ്പിച്ചു, ഇത് മൂവ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. അപ്പോഴെങ്കിൽ ഷിന്ന് പറയുന്നുണ്ട്, അതെ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പം ലാബിൻ്റെ അകത്തൊരു സീൻ കാണിക്കുകയാണ്. ലാബിൽ കുറച്ച് ആൾക്കാർ അതിന് ശേഷം ലാബിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനോട് ചോദിക്കുകയാണ് റിസൾട്ട് എന്തായി. അപ്പോൾ അവിടേക്ക് ഒരാൾ പറയുകയാണ്, നമുക്കൊന്നും റിസൾട്ട് ചെയ്യാൻ പറ്റിയില്ല, കാര്യം നമുക്ക് റെസ്റ്റ് കിട്ടിയിട്ട് 3 ദിവസമായി. യൂസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്താൽ എങ്ങനെ നല്ല റിസൾട്ട് കിട്ടും, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും റെസ്റ്റ് വേണം എന്ന് അയാളാണെങ്കിൽ ആ വന്നവനോട് പറയാൻ തന്നെ അയാൾ ആ പറഞ്ഞവനെ താഴെട്ടിന് ശേഷം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഗൺ എയിം ചെയ്യുമ്പോൾ തന്നെ സാക്കമോട്ടോ ഷിന്നോട് വന്നതിന് ശേഷം ആ ഷൂട്ട് ചെയ്യാൻ നോക്കിയവനെ അവിടെ നോക്കൗട്ട് ചെയ്യുകയാണ്. താഴെ വീണ എംപ്ലോയി ഷിന്നോട് ചോദിക്കുകയാണ്, ഷിൻ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഷിന്ന് പറയുന്നുണ്ട്, ഒരു ചെറിയ ജോലിയുടെ ആവശ്യത്തിനായിട്ട് വന്നത്. അതിരിക്കട്ടെ ഓൾഡ് മാൻ എവിടെ? അപ്പോഴാണെങ്കിൽ ആ താഴെ വീണ അവൻ പറയാണ്, അത് പിന്നെ ഷിൻ കുറച്ച് നാൾക്ക് മുമ്പ് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നതിന് ശേഷം ഈ ഒരു ലാബ് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഓൾഡ് മാനൊക്കെ പിടിച്ചതിന് ശേഷം താഴത്ത് ജയിലിട്ടിരിക്കുകയാണ്. ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നൈഫും പിസ്റ്റൾസും ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സയന്റിസ്റ്റിനെയും കൊണ്ട് സൂപ്പർ ഹ്യൂമൻസിൽ ഉണ്ടാക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മളെല്ലാം പെട്ടുപോയി. അപ്പോൾ ഷിന്ന് പറയാണ്, അപ്പം നമ്മൾ തന്നെ പോയിട്ട് അവരെ കണ്ടുപിടിക്കണം. അപ്പോഴാണെങ്കിൽ താഴെ വീണ ആ ഡോക്ടർ പറയാണ്, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ആര് വരുന്നുണ്ട്? അപ്പോൾ അതിനെ സാക്കമോട്ടോ ഷിന്നെ പിടിച്ച് അവർ അലമാരിക്കകത്താക്കി പൂട്ടുകയാണ്. അവിടെ വന്ന ആളെ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ താഴത്തെ ആ ഒരു അണ്ടർഗ്രൗണ്ടിലുള്ള പ്രിസൺ കാണിക്കുകയാണ്. പ്രിസണിൽ ലൂവിനെ പിടിച്ചു കൊണ്ടുവന്നവൻ ശബ്ദം ഉണ്ടായിക്കൊണ്ട് പറയാണ്, നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ, നിങ്ങൾക്ക് ഇത്രയെങ്കിലും മനുഷ്യത്വം ഉണ്ടോ? ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്തല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വില നിങ്ങൾക്ക് എനിക്ക് തന്നൂടെ? അപ്പോൾ തന്നെ ലൂ അവൻ്റെ മോന്തയ്ക്കൊക്കെ ഒരു കിക്ക് കൊടുക്കുകയാണ്. നീ ഇപ്പോൾ എന്തിനാ എൻ്റെ മുഖത്ത് കിക്ക് ചെയ്തത്? അപ്പോൾ ലൂ പറയണ, കണ്ടില്ലേ ഇവിടെ കല്ല് വെച്ചതിന് ശേഷം ഈ ഒരു സെല്ല് പൊളിക്കാൻ നോക്കിയാണ്. അപ്പോഴെങ്കിൽ അവൻ പറയുന്നുണ്ട്, ഇല്ല ഈ കല്ല് വെച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിറകിരുന്നുണ്ട് ഒരാൾ പറയാണ്, അവൻ പറഞ്ഞ ശരിയാണ്, ആ കല്ല് വെച്ച് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലൂ ചോദിക്കുകയാണ്, അതിന് താൻ ആരാടോ? ഞാനാണ് ഈ സ്ഥലത്തിലെ ഹെഡും പിന്നെ ഈ സ്ഥലത്തിലെ ഡയറക്ടറും, ഹാസഗൂറ എന്നാണ് എൻ്റെ പേര്. ഇയാളെ കാണാൻ വൺ പീസ് ക്യാരക്ടർ ആയിട്ടുള്ള ഷാങ്സിന് ചെറിയ കട്ടുണ്ട്, പേടിക്കണ്ട ഞാൻ നിന്റെ സൈഡിലാണ് എന്ന് ഹാസഗൂറ ലൂവിനോട് പറയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് മുകളിലത്തെ പ്രസന്റ് വിഷയം കാണിക്കുകയാണ്. ആണെങ്കിൽ ആ വന്ന ആളാണെങ്കിൽ അവിടേക്ക് എല്ലാവരും ചോദിക്കുകയാണ്, നമ്മൾ കൂടെ ഒരാളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ അയാളെ കാണാനില്ല, അയാൾ എവിടെ എന്നും പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഡോക്ടറിന്റെ കയ്യിൽ കുത്തുകയാണ്. ഇത് കണ്ട് എല്ലാവരും വളരെ പേടിക്കുകയാണ്. അപ്പൊ അയാൾ ഒന്നും കൂടെ ആ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയാണ്. അപ്പോഴാണെങ്കിൽ ആ പ്രാന്തൻ അവിടെ വീണ് ആ ഡോക്ടറെ കൊല്ലാണ്ട് വരുമ്പോൾ അപ്പൊ തന്നെ ഷിൻ അവിടെ ഇടപെടുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അയാൾ പറയണം, എനിക്കറിയാം നീ ഇവിടെ ഉണ്ടായിരുന്ന കാര്യം, കുഴപ്പമില്ല, നമ്മുടെ എക്സ്പെരിമെന്റ് ഒക്കെ നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് അയാൾ സ്പീഡിൽ അയാളെ കയ്യിൽ എന്തോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഷിന്റെ കഴുത്തിന്റെ പിറകിൽ എന്തോ കുത്തുന്നുണ്ട്. അപ്പോൾ തന്നെ ഷിൻ സംസാരിക്കുന്നതൊക്കെ റിവേഴ്സിൽ പോവുകയാണ്. അവന്റെ തലയിലേക്ക് എന്തൊക്കെയോ വേദന പോലെ എന്തോ വരുന്നുണ്ട് ഷിന്റെ തലയിൽ. അതിനുശേഷം ആ പ്രാന്തൻ ഡോക്ടറിനെ ഷിൻ കുറെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഷിന്നാണെങ്കിൽ പ്രാന്തൻ ഡോക്ടർ ആണെങ്കിൽ ഞാൻ ഡോജ് ചെയ്ത് മാറുന്നുണ്ട്. കയ്യിലുള്ള ഈ പട്ടം പ്രസ് ചെയ്യുകയാണെങ്കിൽ നിന്റെ തലയിൽ നിന്റെ ബ്രെയിനിൽ ഷോക്ക് അടിക്കുന്നതാണ് എന്ന പ്രാന്തൻ ഡോക്ടർ ഷിന്നോട് പറയാണ്. അപ്പോൾ തന്നെ സാക്കമോട്ടോ അവിടെ നിന്ന് ചാടി വന്നതിന് ശേഷം ആ പ്രാന്തൻ ഡോക്ടറെ മോന്തയ്ക്ക് ഉയർന്ന് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ അയാൾ അവിടെ നിന്ന് തെറിച്ച് വീഴുകയാണ് പിറകിലോട്ട്. ഷിന്ന് സാക്കമോട്ടോ ചോദിക്കുന്നത്, സാക്കമോട്ടോ മോന്തയ്ക്ക് എന്ത് പറ്റി? അപ്പോൾ സാക്കമോട്ടോ പറയുന്നുണ്ട്, അത്രയും നേരം അലമാരിക്കകത്ത് ഇരുന്നല്ലേ, അതിന് എൻ്റെ മുഖത്തെ ഷേപ്പ് മാറി, പക്ഷെ നീ കളിയാക്കണ്ടായിരുന്നു. ഷിൻ ഇതിൻ്റെ ചൈൽഡ്ഹുഡ് ഹോമാണ്, പിന്നെ ഈ സ്ഥലം എനിക്ക് രക്ഷിക്കണമെന്നല്ല ആഗ്രഹമുണ്ട്, എനിക്ക് എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരു കാര്യം അറിയും, ഈ സ്ഥലം രക്ഷിക്കണമെന്ന്, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ കട്ടയ്ക്ക് നിൽക്കാം. അതുകൊണ്ട് നോക്കി രണ്ടു ചേർന്ന് തന്നെ ഇവിടേക്ക് എല്ലാവരെയും ക്ലിയർ ആയി. അപ്പോൾ തന്നെ സാക്കമോട്ടോ ഷിന്നെ വരെ ഗാർഡ് അപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് കട്ടിൽ ഇപ്പോൾ രണ്ടുപേരെ കാണിക്കുന്നുണ്ട്. ഒരുപാട് നാളെ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ നാട് ചെറുതായിട്ടൊന്ന് വേദനിക്കുന്നുണ്ട്. ശരി ശിശുബ, നീ കാര്യം പറ, ഈ സ്ഥലവും സ്ലാറും ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോഴാണെങ്കിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഇന്നകും എന്തെങ്കിലും കാര്യം പറഞ്ഞെങ്കിൽ അതിലെന്തെങ്കിലും കാരണം കാണും, പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മളെ ജോലി ഡബിൾ ചെക്ക് ചെയ്ത് അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതാണ് ജോലി എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആ മ്യൂസിയത്തിന്റെ അകത്തോട്ട് പോകുന്നുണ്ട്. അവിടെ വെച്ച് സാക്കമോട്ടോ ഐസിലത്തെ എപ്പിസോഡ്
7 എൻഡ് ആവുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ആഴ്ചത്തെ സാക്കാമോട്ടോ ഡേയ്സിൻ്റെ എപ്പിസോഡ് 7 കൂടെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി തൊട്ട് മൺഡേ ആയിരിക്കും സാക്കാമോട്ടോ ഡേയ്സിനകത്ത് ഓരോ എപ്പിസോഡ് തന്നെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കാരണം സാറ്റർഡേ രാത്രിയാണ് സാക്കാമോട്ടോ ഡേയ്സിനകത്തെയും സോളോ ലെവലിങ്ങിൻ്റെ എപ്പിസോഡ് റിലീസ് ആവുന്നത്. അപ്പം സൺഡേ രാവിലെ ഞാൻ സോളോ ലെവലിംഗ് അപ്ലോഡ് ചെയ്യും. പിന്നെ മൺഡേ സാക്കാമോട്ടോ ഡേയ്സിലത്തെ ഒരു എപ്പിസോഡ്. അപ്പോൾ ഇതാണ് ഇനി തൊട്ടുള്ള എൻ്റെ പ്ലാൻ. പിന്നെ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഈ ദിവസത്തിനകത്ത് നമ്മൾ ബ്ലീച്ചും പിന്നെ സ്പൈക്സ് ഫാമിലിയും ചെയ്യുന്നതായിരിക്കും. ഇപ്രാവശ്യം ഉറപ്പ് തരികയാണ്, സ്പൈക്സ് ഫാമിലി എന്തായാലും ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള സാക്കാമോട്ടോ ഡേയ്സിൻ്റെ മലയാള എക്സ്പ്രഷൻ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ബ്ലീച്ചിനകത്ത് എപ്പിസോഡ് 2 കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് ആൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.